ഇന്ന് നമുക്ക് എന്താണ് മോട്ടോർ കാർ എന്ന് മനസ്സിലാക്കാം. ഒരു എൻജിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ഒരു യന്ത്രം ഘടിപ്പിച്ച് ഓടിക്കുന്ന വാഹനത്തെയാണ് കാറ് അല്ലെങ്കിൽ മോട്ടോർ കാർ എന്ന് പറയുന്നത്. ഒരു എൻജിൻ്റെ സഹായത്താലായിരിക്കും മോട്ടോർ കാർ ഓടുന്നത്. അതുകൊണ്ടാണ് അതിന് മോട്ടോർ കാർ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ഓരോ ഭാഗങ്ങൾ നോക്കാം. ഏറ്റവും താഴെ വരുന്നതാണ് ഫ്രണ്ട് ബമ്പർ. ഈ ബമ്പർ നമ്മൾ ചെറിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ടാണ്, സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബമ്പർ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ബമ്പറിലായിരിക്കും നമ്പർ പ്ലേറ്റ് വരുന്നത്. അതിൻ്റെ മുകളിൽ വരുന്നതാണ് ഈ ചെറിയൊരു ഗ്രില്ല്. ഇത് നമ്മുടെ ഇതിൻ്റെ അകത്താണ് റേഡിയേറ്റർ വരുന്നത്. അപ്പോൾ ഈ റേഡിയേറ്ററിൽ വെള്ളത്തെ തണുപ്പിക്കാനായിട്ട് ഇവിടെ നിന്നുള്ള കാറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഗ്രില്ല് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചില വാഹനങ്ങൾക്ക് ഇത് മറച്ച് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ റേഡിയേറ്ററിലേക്കുള്ള കാറ്റ് കിട്ടുന്നത് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ റേഡിയേറ്ററിലെ വെള്ളം ചൂടാകാൻ സാധ്യതയുണ്ട്. ഇത് ബോണറ്റ്, ഇത് തുറക്കാവുന്ന ഒന്നാണ്. ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്താണ് എൻജിൻ, മറ്റ് ബാറ്ററി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് വിൻഡ് സ്ക്രീൻ ക്ലീൻ ചെയ്യാനുള്ള വാഷർ നോസിലാണ്. ഇതിന് പ്രത്യേകം ഒരു വാഷർ ടാങ്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ, നമ്മൾ ഓട്ടത്തിൽ പൊടികളൊക്കെ പിടിച്ച് കാണാൻ പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് തുടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഈ വൈപ്പർ വർക്ക് ചെയ്യാനും ഇതിൽ നിന്ന് ഇതിന് ഈ നോസിൽ വഴി വെള്ളം നിങ്ങളുടെ ഗ്ലാസ്സിലേക്ക് പമ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ അതിനൊരു സ്വിച്ച് ഉണ്ട് അകത്ത്, അത് പിന്നീട് കാണിച്ചു തരാം. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോസിലൂടെ വെള്ളം ഇങ്ങോട്ട് വരും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ വർക്ക് ചെയ്യും. ഈ വൈപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്ന് ചീറ്റുന്നതനുസരിച്ച് വൈപ്പർ വർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ വേറെ ഓറലൊന്നും വീഴില്ല. പിന്നെ ഈ വൈപ്പറിലൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് വൈപ്പർ. ഇതിൻ്റെ ഇവിടെ ഈ കാണുന്നത് റബ്ബറിൻ്റെ റബ്ബർ ബ്ലേഡാണ്. ഇത് ശരിക്ക് കുറേ നാളുകൾ കഴിയുമ്പോൾ ഹാർഡാവും. ഇത് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓറൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റേണ്ടേക്ക് വരും. അപ്പോൾ ഗ്ലാസ്സിൽ കൂടുതൽ ചൂടടിക്കുമ്പോഴൊക്കെ ഇതിന് ഹാർഡ് സംഭവിക്കും. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കാറ്റടിക്കാതിരിക്കാനും വെള്ളം അങ്ങനെയുള്ളതൊക്കെ വരാതെ നമുക്ക് തടയാനാണ് ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ നല്ല കാഴ്ച കിട്ടും. അപ്പോൾ ഗ്ലാസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കാണുന്നതാണ് ഹെഡ് ലൈറ്റ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ ഉണ്ട്. ഇത് രണ്ട് സൈഡിലും ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഫെൻഡർ അല്ലെങ്കിൽ വീൽ ആർക്ക് എന്ന് പറയും. ഇതുമ്പോഴും ഒരു ചെറിയ ഇൻഡിക്കേറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുന്നതാണ് ടയർ എന്ന് പറഞ്ഞാൽ ഇത്. വീലെന്ന് പറഞ്ഞാൽ ഇത് മൊത്തമുള്ളത്, ടയറും ഡിസ്കും എല്ലാം കൂടി അടങ്ങിയതാണ് ഇത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ എയർ അടിക്കുന്ന ഒരു നോബ് ഉണ്ട്. ഈ നോബ് വീൽ കപ്പ് നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെ ഇതിന് ഈ വീൽ കപ്പുമ്പോൾ ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഉണ്ട്. ഈ നോബ് ഇങ്ങോട്ട് ചാടി നിൽക്കുന്ന വിധത്തിലാണ്, മറ്റുള്ളിടത്തേക്ക് ഇല്ല. അപ്പോൾ അത് ഇടുമ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം നമ്മൾ വീൽ കപ്പൊക്കെ ഊരിയിട്ട് ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എയർ അടിക്കാൻ നേരത്ത് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ഇതൊരു ബെൽറ്റൊക്കെ ഇട്ട് നമ്മൾ കെട്ടിയൊക്കെയാണ് വെക്കാറ് അഴിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോവാതിരിക്കാൻ. അപ്പോൾ അത് പിന്നെ പൊട്ടിച്ച് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇത് ഫ്രണ്ട് ഡോറ്. ഈ ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ്സാണിത്. ഇത് ഫ്രണ്ട് ഡോറിൻ്റെ ഡോർ ഹാൻഡിൽ, ഡോറ് തുറക്കാനുള്ള ഹാൻഡിൽ. ആ ഹാൻഡിലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഡോറ് ലോക്ക് ചെയ്യുന്ന ലോക്കിൻ്റെ നോബുള്ളത്. അത് ഈ ഡോറുമ്പോൾ ഈ കാണുന്നതാണ്. ഇത് നമുക്ക് മഴക്കാലത്തൊക്കെ അകത്തേക്ക് വെള്ളം കൂടുതൽ ചെറിയതായിട്ട് ഗ്ലാസ്സൊക്കെ താത്തി വെച്ച് എയറൊക്കെ കയറുന്നത്. അപ്പോൾ അത് നമ്മൾ താത്തി വെച്ച് കഴിഞ്ഞാൽ അതിന് അവിടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് റെയിൻ ഗാർഡ് എന്ന് പറയുന്നത്. ഇത് ചില വണ്ടികൾക്ക് ഉണ്ടാവില്ല. ഇത് 4 ഡോറിൻ്റെയും ഉണ്ടാവും. പിന്നെ ഇത് സൈഡ് മിറർ, നമുക്ക് വണ്ടിയുടെ പുറകിലേക്കുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള മിറർ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ബാക്കിലെ ഡോറ്. ഈ ഡോറിൻ്റെ ഇവിടെ റെയിൻ ഗാർഡ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്.
ഡോർ ഹാൻഡിലുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ടയർ വീൽ ആർച്ച് ഉണ്ട്. ഇതിൻ്റെ താഴെ ടയർ വരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡിക്ക്. ഈ ഡിക്കിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ചില വണ്ടികൾക്കൊക്കെ ബാക്ക് വൈപ്പർ ഉണ്ടാവും, ഇതിനില്ല. അപ്പോൾ ഈ ഗ്ലാസ് നമുക്ക് അകത്തേക്ക് വെളിച്ചം കിട്ടുക, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗ്ലാസ് ബാക്കിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. ആ ഡിക്കിൻ്റെ താഴെയായിട്ട് രണ്ട് സൈഡിലും വരും. ഇതാണ് ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ലൈറ്റ് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നല്ല ബ്രൈറ്റായിട്ട് കത്തും. ഈ പാർക്ക് ലൈറ്റും ഇതിലുണ്ടെങ്കിലും പാർക്ക് ലൈറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ വെളിച്ചം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഇതൊക്കെ നമ്മളെപ്പോഴും ക്ലീനായിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് ബാക്കി ബമ്പർ. ഇതും നമുക്ക് ചെറിയ ഇടിയിൽ നിന്നും ചെറിയ തട്ടലിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാനാണ്. ഇതിലാണ് ഈ വണ്ടികളുടെ ഈ മോഡൽ വണ്ടികൾക്കൊക്കെ ബോണറ്റിന്മേൽ ഈ ബാക്കിലെ ബമ്പറിലാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. ചില വണ്ടികൾക്കൊക്കെ ഇതിലായിരിക്കും, ഈ ബോണറ്റുമ്മലായിരിക്കും നമ്പർ പ്ലേറ്റ് വരുന്നത്. ഈ വണ്ടികളൊക്കെ ഡിക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ താക്കോലിട്ട് തിരിച്ചിട്ട് അങ്ങനെ പതുക്കെ പൊക്കിക്കഴിഞ്ഞാൽ തുറയും. ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ ഉള്ളിൽ നിന്ന് വലിച്ചാൽ തുറയുന്ന സംവിധാനമാണ്. അവിടെ ഒരു ലിവറുണ്ട്, അത് വലിച്ചാൽ തുറയും. അത് കഴിഞ്ഞാൽ ഈ സൈഡിലും ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഫ്യൂവൽ അടിക്കാനുള്ള ഫ്യൂവൽ ക്യാപ്പ്. ഈ ഫ്യൂവൽ ക്യാപ്പ് ഇതൊക്കെ കീയിട്ട് തുറക്കണം. മറ്റുള്ള ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ അവിടെ ഡ്രൈവർ സൈഡ് ലിവറുണ്ട്, അത് വലിക്കുക. എന്നിട്ട് ഈ ക്യാപ്പ് ഇങ്ങനെ തുറക്കുക. ഇങ്ങനെ തുറന്നിട്ട് ഇതിൽ ഫ്യൂവൽ അടിക്കുക. ഇന്നത്തെ പഠിക്കാൻ വരുന്ന പലർക്കും എവിടെയാണ് ഫ്യൂവൽ അടിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഈ ബമ്പറിൻ്റെ താഴെയായിട്ട് അതേപോലെ തന്നെ വരുന്ന ഒരു പൈപ്പ് കാണാം. ഇത് എക്സോസ്റ്റ് പൈപ്പ്, അതായത് നമ്മുടെ പുക വണ്ടിയിൽ ഫ്യൂവലൊക്കെ കത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കരി പുകയൊക്കെ പുറത്തേക്ക് തള്ളുന്ന ഒരു സൈലൻസറിൻ്റെ അറ്റത്ത് വരുന്ന എക്സോസ്റ്റ് പൈപ്പ്, പുക പോകുന്ന കുഴൽ, അതാണിത്. അത് എൻജിൻ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില സമയത്ത് വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും ചെറുതായിട്ട്. അല്ലാത്ത എൻജിൻ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ കരിപ്പുകയൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ എൻജിൻ ട്യൂണിങ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കും. ഇങ്ങോട്ട് വന്നാൽ ഈ സൈഡിൽ വീലാർച്ച്, ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോറ്, റെയിൻ ഗാർഡ്, ഡോർ ഹാൻഡിൽ. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോറ്, റെയിൻ ഗാർഡ്, ലെഫ്റ്റ് സൈഡ് മിറർ, ഫ്രണ്ട് ഈ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ, ഇൻഡിക്കേറ്റർ സ്വിച്ച്, വീല്. അതിൻ്റെ താഴെ വരുന്നതാണ് വണ്ടിയുടെ നിങ്ങൾ ചെളി ഇതൊന്നും തെറിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലാപ്പ്. അത് കഴിഞ്ഞ് ഇതിന് താഴെ കാണുന്ന ഈ ഭാഗമാണ് റണ്ണിങ് ബോർഡ് എന്നൊക്കെ പറയുന്നത്. ഈ താഴെ കാണുന്നത് ഇത് രണ്ട് സൈഡും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ മറ്റ് കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.